നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൻ ഒട്ടും മാന്യതയില്ലാതെ ഒരു ഭ്രാന്തനെ പോലെ എല്ലാവരോടും പെരുമാറും. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവനെ അമ്മാവ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. അതെങ്ങനെയാടാ? അല്ല, രാജുനൊരു ഉഷാറില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ രാജു? ഏയ്, അങ്ങനെയൊന്നുമില്ല ശേഖരൻ സാറ്. വെറുതെ നുണ പറയണ്ട. നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാലോ എന്തോ കുഴപ്പമുണ്ടെന്ന്. എന്താ, എന്തെങ്കിലും കാര്യത്തിന് രണ്ടുപേരും വഴക്കിട്ടോ? സൗന്ദര്യപ്പിണക്കാണെന്ന് തോന്നുന്നു ശേഖരേട്ടാ. നിങ്ങൾ എന്തിനാ അമ്മച്ചിരിക്കുന്നേ? ഋതി ചേച്ചിയായിട്ട് മോളിടയ്ക്ക് വഴക്കിട്ട് പിണങ്ങിയിരിക്കാറില്ലേ? അതെ, ഫ്രിഡ്ജിൽ നിന്ന് എന്റെ ചോക്ലേറ്റ്സും ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പോ ഞാൻ ചേച്ചിയോട് വഴക്കിടുമായിരുന്നു. ഇതും അത്രേ ഉള്ളൂ. എന്തോ നിസ്സാര കാര്യത്തിന് പിണങ്ങിയിരിക്കുക രണ്ടുപേരും. അയ്യേ, എന്താ രാജുവേട്ടാ ഇത്, കൊച്ചു കുട്ടികളെ പോലെ. വന്നല്ലോ കഥയിലെ നായകനും നായികയെ. നായകനോ? ആര്? അവനോ? എടാ, ഋതികയുടെ ജീവിതത്തിലെ നായകനെ അവനല്ല ദീപകേ, അത് നീയാ. ഞാൻ നായകനൊന്നും അല്ലമ്മേ, വില്ലനാ. ഋതികയുടെയും പ്രതാപവർമ്മയുടെയും രാജുവിന്റെയും ജീവിതത്തിലെ വില്ലൻ. അല്ല, വേണുട്ടനും രാധമ്മയൊക്കെ എവിടെ? അവര് ഇറങ്ങിയില്ലേ ശേഖരൻ സാറേ? റിസപ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് അവര് വരുമല്ലോ അല്ലേ? ശേഖരേട്ടാ, അവരിറങ്ങിയിട്ടില്ലെങ്കിലേ അവരെ വിളിക്കാൻ നമുക്കൊരു കാർ അയച്ചാലോ? അതെ, അത് ശരിയാ. ഡ്രൈവർ ബിനു പുറത്തില്ലേ? ആ, ബിനു. അല്ല ശേഖരൻ സാറേ, ഡ്രൈവറെ ഒന്നും വിളിക്കണ്ട. വീട്ടിൽ നിന്നാരും റിസപ്ഷൻ ഇവിടേക്ക് വരില്ല. അതെന്താ രാജു? എന്ത് വർത്തമാനമാ രാജു ഈ പറയുന്നേ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമല്ലേ ഇന്ന്? ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു ആഘോഷം പ്ലാൻ ചെയ്തിരിക്കുമ്പോ അതൊക്കെ കാണാൻ രാജുവിന്റെ കുടുംബം ഇവിടെ വേണ്ടതല്ലേ? ശേഖരേട്ടാ, ഞാൻ രാധമ്മയെ വിളിച്ച് സംസാരിക്കാം. ആ, നീ വിളിച്ച് അവരോട് പെട്ടെന്ന് റെഡിയാകാൻ പറ. അത് വേണ്ട യാമിനി മേഡം. റിസപ്ഷന് വരണ്ടെന്ന് തീരുമാനിച്ച തന്നെ അമ്മയാ. എന്തിന്? അത് നിങ്ങൾ റൂമിലേക്ക് ചെല്ല്. പ്രതാപേട്ടൻ നിങ്ങൾക്ക് റിസപ്ഷൻ ഇടാനായിട്ട് വാങ്ങിച്ച ഡ്രസ്സ് ഞാൻ റൂമിലേക്ക് എത്തിക്കാം. രാജു, രാജു ഗസ്റ്റ് റൂം എടുത്തോ. വേഗം റെഡിയാവണം കേട്ടോ മോളെ. അപ്പു, വാ ചേച്ചി. ശരി രാജു. റിസപ്ഷന് നല്ല സുന്ദരി പെൺപിള്ളേര് വരും. എല്ലാവരുടെയും കണ്ണ് ഈ ദീപകിന്റെ മേലായിരിക്കണം. നീ ഇതുവരെ റെഡിയായില്ലേ? രാജു ഋതികി അമ്മാവൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സൊക്കെ അണിഞ്ഞ് റിസപ്ഷൻ ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കല്ലേ അമ്മേ. അപ്പൊ ഞാനായിട്ട് എന്തിനാ ഒരു കുറവ് വരുത്തുന്നേ? 4 ആൾക്കാർ വരുന്നിടത്ത് എല്ലാവരും എന്നെയും കൂടെ ഒന്ന് കാണട്ടെ. എന്റെ മോനെന്ന് ഫുൾ കോൺഫിഡൻസിലാണല്ലോ. പിന്നെ കോൺഫിഡന്റ് ഉണ്ടാവാതിരിക്കോ? അടാറൊരു ഐഡിയ അല്ലേ റിസപ്ഷൻ കോളാക്കാൻ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ആണോ? മിടുക്കൻ. എന്താടാ നിന്റെ പ്ലാൻ? എന്നോട് കൂടി ഒന്ന് പറയടാ മോനെ. അത് വേണോ അമ്മേ? സർപ്രൈസ് ആയിട്ട് ഇരിക്കുന്നല്ലേ നല്ലത്. ഏയ്, അത് വേണ്ട. നീയേ നിന്റെ പ്ലാൻ പറ. പ്ലാന് വർക്കൗട്ട് ആവോ ഇല്ലയോ എന്ന് ഞാനൊന്ന് ആലോചിച്ചതിന് ശേഷം നീ മുന്നോട്ട് ചുവടെടുത്ത് വെച്ചാ മതി. ശരി അമ്മേ, രാജു റിസപ്ഷൻ നടക്കുമ്പോ വരുന്ന അതിഥികളോടൊക്കെ മര്യാദയ്ക്ക് വേണ്ടി പെരുമാറാൻ. പിന്നെ
അങ്ങനെ വേണമല്ലോ, അതല്ലേ മാനേഴ്സ്. ആ എങ്കിലമ്മ നോക്കിക്കോ. അവൻ ഒട്ടും മാന്യതയില്ലാതെ ഒരു ഭ്രാന്തനെ പോലെ എല്ലാവരോടും പെരുമാറും. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവനെ അമ്മാവ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. അതെങ്ങനെയാടാ? ദീപക്കേ, ഇത് മതി, ഇത് കലക്കും. നീ ധൈര്യമായിട്ട് നിന്റെ പ്ലാന് നടത്തിക്കോ. എന്താവശ്യമുണ്ടെങ്കിലും അമ്മ കൂടെ ഉണ്ടാവും. ശരി അമ്മേ. നടക്കാൻ പോകുന്നത് ആലോചിച്ചിട്ടേ എനിക്കുണ്ടല്ലോ, എനിക്കെന്റെ സന്തോഷം അടക്കാൻ പറ്റുന്നില്ലടാ. മകളോടും മകനോടും മനസ്സലിവ് തോന്നി അവർക്ക് വേണ്ടി പ്രതാപൻ നടത്താനിരിക്കുന്ന റിസപ്ഷൻ മുടങ്ങി വിളിച്ചു വരുത്തിയിരിക്കുന്ന അതിഥികളുടെ മുന്നിൽ നാണം കെട്ടി നിൽക്കുന്ന പ്രതാപന്റെ മുഖം എനിക്ക് കാണണം ദീപക്കേ. അത് ഞാൻ അമ്മയ്ക്ക് കാണിച്ചു തരും അമ്മേ. രാജു, ഇനിയും പേടിച്ചിട്ട് കാര്യമില്ല. ധൈര്യമായിട്ട് വർമ്മ സാറിനോട് പറയേണ്ടതെല്ലാം പറഞ്ഞില്ലെങ്കിൽ ഋതിക മാഡത്തിന്റെ ജീവിതം തെറ്റായ ദിശയിലേക്കായി പോകും. ഋതിക മാഡം നിന്റെ കൂടെ അല്ല, നല്ലൊരു സുന്ദരനായ സമ്പത്തുള്ള നല്ല ജോലിയുള്ള ഒരാളുടെ കൂടെയാണ് ജീവിക്കേണ്ടത്. എങ്കിലേ ഋതിക മാഡത്തിന്റെ ജീവിതം ഒരു നല്ല ജീവിതമാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.